It happens only in India. 100 പുസ്തകങ്ങൾ തരുന്നതിനേക്കാൾ വലുതാണ് ഒരു ബുദ്ധിമാനോട് 10 മിനിറ്റ് സംസാരിച്ചാൽ കിട്ടുന്ന അറിവ് എന്നാരോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും അറിവ് വേണമെങ്കിൽ 12 മണിവരെ ഞാൻ ബിസിയാണ്. കോൾ മീ ആഫ്റ്റർ 12. അതല്ലെങ്കിൽ എൽദോയെ വിളിച്ചോളൂ. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. സോറി സെൽഫ് പ്രൈസിംഗ് അല്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, നിങ്ങൾക്കും കാണില്ല എന്നറിയാം. അതുകൊണ്ട് നമുക്ക് പറയാം, ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഹാപ്പൻ ഓൺലി ഇൻ ഇന്ത്യ ലാസ്റ്റ് വീക്ക്. ഗുഡ് മോർണിംഗ്, നമസ്കാരം ആൻഡ് വണക്കം. ഇത് യോർ ആർജെ ദോസ് പൂജ വിത്ത് യു ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. ഇന്ന് ഞാൻ എന്റെ വീട്ടിലെ കിച്ചണിൽ ജിലേബി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്കും ഉണ്ടാക്കണോ ഇന്ന് സൺഡേ സ്പെഷ്യൽ ജിലേബി? ദെൻ കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ടോളൂ, ബാക്കി ഞാൻ വഴിയെ പറഞ്ഞു തരാം. സ്റ്റേ ട്യൂൺ. It happens only in India. ഒരു ക്യാച്ചും 36 റൺസും. ഹൗസ് ദാറ്റ്? ക്യാൻസറിനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ക്രിക്കറ്റിൽ തിരിച്ചെത്തിയ യുവരാജ് സിംഗിന്റെ കം ബാക്ക് മാച്ചിൽ ഇത്രയും മതി അല്ലെ? അതിന് തന്നെ കൊടുക്കണം ഒരു കലക്കൻ കയ്യടി. പക്ഷേ ഇനി വരുന്ന T20 മാച്ചുകളിൽ യുവരാജിൽ നിന്ന് ഇന്ത്യ മാങ്കേ മോർ റൺസ്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ. ഇത് യുവർ ആർജെ ദോസ് പൂജ. യുവരാജ് സിംഗിന്റെ തിരിച്ചു വരവ് സൂപ്പർ ഹിറ്റ് ആവാൻ നമ്മൾ എല്ലാരും മനസ്സുകൊണ്ട് യുവിക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞു കാണും അല്ലെ? പക്ഷേ യുവരാജിന്റെ ക്രേസി ഫാൻസിൽ ചിലര് മാച്ച് കഴിയും വരെ ഉപവാസം ഇരുന്നു, ചിലര് അമ്പലത്തിൽ സ്പെഷ്യൽ പൂജ ചെയ്തു, വേറെ ചിലര് മാച്ച് കഴിയും വരെ വെള്ളത്തിലിറങ്ങി നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും ഇന്ത്യ ഒരു റൺസിന് തോറ്റു. പോട്ടെ, അല്ലേലും ഈ വെള്ളത്തിലിറങ്ങി നിൽപ്പ് ഇടയ്ക്കിടയ്ക്ക് ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പുതിയ സമരമുറ ഇപ്പൊ വെള്ളത്തിലിറങ്ങി നിൽപ്പാണ്. എന്തായാലും യുവരാജിന്റെ ബാറ്റിംഗ് ഹിറ്റായ പോലെ സമരങ്ങളും വിജയിക്കട്ടെ, ഇന്ത്യൻ ടീം T20 വേൾഡ് കപ്പും ജയിക്കട്ടെ അല്ലെ? ഇത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ, ഹാപ്പൻസ് ഓൺലി ഇൻ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. ഒരു മുത്തഗാവ് ചോദിച്ചതിന് പണ്ട് ലാലേട്ടന് കിട്ടിയ ശിക്ഷ ഓർമ്മയില്ലേ? ഇതുപോലൊരു ശിക്ഷ ഇക്കഴിഞ്ഞ ദിവസം ഒറീസയിലെ ഒരു 15 വയസ്സുകാരനും കിട്ടി. പക്ഷേ തൊണ്ടിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. 30 രൂപ ഗ്രാമത്തിലെ ആരുടെയോ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്നതിനിടയിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് കക്ഷിയെ നാട്ടുകാരെല്ലാരും കൂടി കെട്ടിയിട്ടത്. തല്ല് ഇഷ്ടം പോലെ കൊടുക്കുന്നത് ലൈവായിട്ട് ഒരു ടെലിവിഷൻ ചാനൽ കാണിച്ചപ്പോഴാണ് പോലീസുകാര് സംഗതി അറിയുന്നത്. സ്ഥലത്തെത്തി കള്ളനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പാവം, 30 രൂപ കട്ടതിന് ഇതാണ് ശിക്ഷയെങ്കിലേ 300 കോടിയും 3000 കോടിയും ഒക്കെ ഖജനാവിന്ന് കക്കുന്നവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം? ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഇത് യോർ ആർജെ ദോസ് പൂജ വിത്ത് യു ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. 30 രൂപ മോഷ്ടിച്ചവനെ മരത്തിൽ കെട്ടിയിട്ടടിച്ചാണ് ഒറീസയിൽ ശിക്ഷ നടപ്പാക്കിയത് എങ്കിൽ, കഴിഞ്ഞ ആഴ്ച ചെസ് കളിയിൽ തോറ്റതിന് ഒരു ടീച്ചർ സ്റ്റുഡന്റിന്റെ മൂക്കിടിച്ച് പഞ്ചറാക്കി. കൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്, എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു, ആന ചരിഞ്ഞു. It happened last week in Gurgaon. ചെസ് കളിയിൽ തോറ്റുവന്ന സ്റ്റുഡന്റിനോട് ടീച്ചർ ദേഷ്യം തീർത്തത് മൂക്കിന്റെ പാലമിടിച്ച് തകർത്താണ്. സംഭവം നാട്ടുകാരും ചാനലുകാരും അറിഞ്ഞപ്പോൾ ടീച്ചറും കുട്ടിയുടെ പാരന്റ്സും ഒക്കെ ഒന്നായി. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നത്രേ. ഏത്, ചെസ്സിൽ തോറ്റതോ അതോ മൂക്കിടിച്ച് തകർത്തതോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ ആർക്കും ഒന്നും അണ്ടർസ്റ്റാൻഡ് ആയില്ല. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ആണ് കേൾക്കുന്നത് എന്ന് മനസ്സിലായല്ലോ? എങ്കിൽ ഇനി മനസ്സിലുള്ളത് എന്നോട് പറയാൻ നിങ്ങൾക്ക് SMS അയക്കാം. ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് പേജിലൂടെ, അതല്ലെങ്കിൽ മെയിൽ ചെയ്യാവുന്നതാണ്. മെയിൽ ID is ithappens@clubfm.co.in.